ചുങ്കത്തറയിൽ വീണ്ടും സംഘർഷം കടുക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിപിൻ സി വിജയൻ വീണ്ടും ചേരുന്നു. പറയൂ വിപിൻ, യഥാർത്ഥത്തിൽ UDF പ്രവർത്തകരാണോ ഇപ്പോൾ കൈയൊക്കെ പൊക്കി കാണിക്കുന്നത്? പറയൂ. PV അൻവറിനെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിന്റെ ഷട്ടറിനകത്തിട്ട് പൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഷട്ടറാണ് തുറന്നിരിക്കുന്നത്. PV അൻവർ പുറത്തേക്ക് വരികയാണ്. UDF പ്രവർത്തകർ ഒരു കവചം അദ്ദേഹത്തിന് ചുറ്റും സൃഷ്ടിച്ച് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും അയവില്ല. PV അൻവർ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ഇതൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിന്റെ അകത്തേക്ക് ഇരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു പ്രവർത്തകൻ വരികയും അദ്ദേഹത്തെ ഈ ഷട്ടറിനടുത്തേക്ക് വരികയും ചെയ്തത്. ഇതോടുകൂടി ഈ ഷട്ടർ ഇട്ട് അദ്ദേഹം അതിനകത്ത് കുടുങ്ങിയ ഒരു നിലയിലായിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്ന UDF പ്രവർത്തകർ വീണ്ടും ഈ ചുങ്കത്തറ പഞ്ചായത്തിന്റെ കവാടത്തിന്റെ അടുത്തേക്ക് തന്നെ പോകുന്നതാണ് സ്ഥിതി. ഇപ്പുറത്ത് സൈഡിൽ LDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെയും പോലീസ് ഒരു സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഇന്ന് അവിശ്വാസ പ്രമേയം നടക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയൊരു സംഘർഷാവസ്ഥയ്ക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും അടക്കമുണ്ടായിരുന്നു. പക്ഷേ അത് അവിശ്വാസ പ്രമേയത്തിന് മുൻപ് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ LDFനും UDFനും ഒരേ കക്ഷി നിലയായതുകൊണ്ട് തന്നെ ഒരൊറ്റ അംഗം മാറിക്കഴിഞ്ഞാൽ തന്നെ ഭരണം നഷ്ടമാകുമെന്നുള്ളതായിരുന്നു. അപ്പോൾ PV അൻവറിനെ ഉയർത്തിക്കൊണ്ട് UDFന്റെ പ്രവർത്തകർ അവരുടെ ഒരു ആഘോഷ പ്രകടനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. അപ്പോൾ ഈ അവിശ്വാസ പ്രമേയം പാസ്സാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം LDFന്റെ ഭരണമുന്നണിയുടെ ഉപാധ്യക്ഷയായിട്ടുള്ള നുസൈബ സുധീർ അവർ കൂറുമാറി UDFനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 11-9 എന്നുള്ളതായിരിക്കും ചുങ്കത്തറ പഞ്ചായത്തിന്റെ കക്ഷിനില. അത് CPMനെ സംബന്ധിച്ച് ചുങ്കത്തറ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് വരും. കാരണം ഇതിനു മുൻപ് LDFും UDFും 10 അംഗങ്ങളായിരുന്ന സമയത്ത് വോട്ടെടുപ്പിലൂടെ UDFന് ഇവിടെ ഭരണം ലഭിച്ചതായിരുന്നു. അതിനുശേഷം മുസ്ലിം ലീഗിലെ ഒരു സ്വതന്ത്രയെ തിരിച്ച് LDFനൊപ്പം നിർത്തിയാണ് LDFന് ഭരണം അന്നുണ്ടായത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് PV അൻവർ ആണ് എന്നുള്ളതായിരുന്നു അന്ന് ഏറെ പറഞ്ഞു കേട്ടത്. ഒപ്പം തന്നെ അതിന് എടക്കര ഏരിയ കമ്മിറ്റി അതിനൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. അതേ PV അൻവർ തന്നെ ഇപ്പോൾ ഈ ഒരു ഭരണം മാറ്റുന്നതിന് വേണ്ടി UDFന് നൽകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള അതിശക്തമായ ആരോപണം നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്ന് ഇടപെടൽ നടത്തിയെന്നുമുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ LDFന്റെ അംഗങ്ങൾ ഇപ്പോഴും ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിനകത്തേക്ക് കയറിയിട്ടില്ല. മലപ്പുറം നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിലാണ് നാടകീയ രംഗങ്ങൾ. PV അൻവർ അവിടെ ഉണ്ട്. PV അൻവറിനെ അവിടെ ഷട്ടറിനുള്ളിൽ പൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അത് തുറന്ന് പുറത്തേക്കിറങ്ങിയ PV അൻവറിനെ വലിയ ആഘോഷത്തോടെയാണ് UDF പ്രവർത്തകർ പുറത്തേക്ക് കൊണ്ടുവന്നത്. അവിടെ ചുങ്കത്തറ പഞ്ചായത്ത് LDF ഭരണമുന്നണിക്കെതിരെ UDFന്റെ അവിശ്വാസ പ്രമേയം അല്പസമയത്തിന് നടക്കാൻ പോകുന്നു. അവിശ്വാസ പ്രമേയം പാസ്സാകുമോ എന്നുള്ളതാണ് ആകാംക്ഷ. UDFലെ 10 അംഗങ്ങളും കൂറുമാറുമെന്ന് കരുതുന്ന LDF അംഗവും പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. തുടർന്നാണ് സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ ഉണ്ടായത്. PV അൻവർ അവിടെയുണ്ട്. ചുങ്കത്തറയിൽ നടക്കുന്നത് അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങളാണ്.